ശേഷം ഞങ്ങളൊരു യാത്ര പോകാൻ വേണ്ടി പോവുകയാണ്. നേരെ കോഴിക്കോട്ടാണ് ഞങ്ങളുടെ യാത്ര. ഞാൻ പാറു ജയമോൾ ഞങ്ങൾ 3 പേരും കൂടെ നേരെ ഞങ്ങളുടെ കോഴിക്കോട്ടുള്ള ഞങ്ങളുടെ ഹൃദ്യയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ഹൃദ്യ അപ്പോൾ അവളുടെ ഹൗസ് വാമിംഗ് ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കുറേ നാളായി. അപ്പോൾ ഹൗസ് വാമിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം നമുക്ക് ലീവൊക്കെ ഒത്തുവന്നപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഫിക്സ് ചെയ്ത് നേരെ അങ്ങോട്ട് പോകണമെന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ നോക്കിയിട്ട് ട്രെയിനൊന്നും അവസാന നിമിഷം കിട്ടിയില്ല. അവസാനം പക്ഷേ നമ്മൾ ബസ് ബുക്ക് ചെയ്ത് എന്തായാലും നമ്മുടെ സമയം ബസ്സിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 10:30-ക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 9:45 ആയിട്ടുണ്ട്. 10:15 നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. പാറു കയറിയിട്ടുണ്ട്. പാറിന് 8 മണിക്കായിരുന്നു ബസ്. പാറു അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഞാൻ കയറും, കായംകുളത്ത് നിന്ന് ജയമോൾ കയറും. അങ്ങനെയാണ് നമ്മുടെ ഒരു യാത്രയുടെ ഇത് കിടക്കുന്നത്. അപ്പോൾ ഇനി നേരെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, എല്ലാവരും നല്ല പൂരുറക്കം. സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇന്നലെ രാത്രി നമ്മൾ വന്ന ബസ്സിന് ഭയങ്കര കുലുക്കുമായിരുന്നു. ലാസ്റ്റ് സീറ്റായിരുന്നു. അതൊരു നമുക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു മാതിരിയായിരുന്നു. ഭയങ്കര ഒരു യാത്രാക്ഷീണമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെ വന്നൊന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട് ഹൃദ്യയുടെ വീട്. ഇപ്പം ഇത് ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു, മറന്നുപോയി. എന്തോ ഒരു കടവായിരുന്നു. അപ്പോൾ ആ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഫ്രണ്ടിൻ്റെ വീട് ഇതാണ്. ഇതിനകത്ത് അടിപൊളി ഒരു ഏരിയ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ അകത്ത് കാണാൻ. ഇത് കണ്ടോ, ഇതൊക്കെ കറക്റ്റ് നമ്മുടെ വെട്ടുകല്ലില്ലേ അത് വെച്ച് ചെയ്തേക്കുന്നതാണ് ഈ ഭിത്തിയൊക്കെ കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ എന്താടെ അടിപൊളി സീനാണ് കേട്ടോ. ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടല്ലോ, അന്യായ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണ്. ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഏരിയ. പുറത്ത് പോകാനുള്ള ഒരുക്കത്തിലാണ്. നോക്കൂ, ഇതാണ് ഹൃദ്യ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറയടി. ഇത് പാറു ഫ്രം കൊല്ലം മയ്യനാട്. ഇത് മീനൂട്ടി ആന്ന് ശരിക്കും എടുക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോകാൻ പോവുകയാണ്. എവിടെയാണ് സ്ഥലം? കരിയത്തുംപാറയാണോ? നമ്മൾ കരിയത്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. മുടിഞ്ഞ വെയിലാണ് കേട്ടോ. നീ പറഞ്ഞപ്പോൾ വീണ്ടും അകത്തോട്ട് കയറുന്നു ഗൈസ്. ബാക്കി വീട്ടിലെ വിശേഷങ്ങൾ തിരിച്ച് വന്നിട്ട് കാണിക്കാം. ഞാനിപ്പോൾ പോയിട്ട് വരാം. കരിയത്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അടിപൊളിയൊരു പ്ലേസാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കൂടുതലായിട്ട് എനിക്ക് അവിടെ ചെന്നിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. പോകുന്ന വഴിക്ക് പഠിക്കാം. എനിക്ക് പറഞ്ഞു എനിക്ക് ആ സ്ഥലത്തെ പറ്റി പറയത്തില്ല. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് കരിയത്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ്. അടിപൊളി, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് കരിയത്തുംപാറ എന്ന് പറയുന്നത്. അപ്പോൾ കരിയത്തുംപാറയിലോട്ട് പോകുന്ന സൈഡിലുള്ള നമ്മളൊരു കടയിൽ ഇങ്ങനെ നിർത്തിയത് കേട്ടോ. അപ്പോൾ അടിപൊളി വണ്ടർഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്കിവിടെ ഒരു ചായക്കട കാണാൻ പറ്റും കേട്ടോ. ഞങ്ങളങ്ങനെ നിർത്തിയതാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ നല്ല അന്യായ വ്യൂ കേട്ടോ. നമുക്ക് ഏകദേശം ഒരു കോഴിക്കോട് നിന്നൊരു 1.5 hour ജേണി ഉണ്ട്. ഒരു 40 കിലോമീറ്റർ അത്രയുണ്ട് നമുക്ക് ഇങ്ങോട്ടുള്ള യാത്ര. ഇവിടെ വരുമ്പോൾ അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഈ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വരണം, നല്ല ഭംഗിയായിരിക്കും. എന്തോ എങ്ങനെ കേട്ട് കഴിച്ചു. ഇവിടെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയാൽ താഴെ കിടക്കും. ഇവിടുന്ന് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. തെങ്ങിൻ തോട്ടമൊക്കെ എടുത്തിട്ട് നല്ല രസമുണ്ട്. എൻ്റെ ഒഴുപ്പൊക്കെ കണ്ട ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒഴുപ്പുള്ളൂ. പാർക്കിങ്ങിന് പേ ചെയ്യണം. പേ ആൻഡ് പാർക്കാണ്. മോട്ടോർ ബൈക്ക് 10, ആട്ടോ 20, കാർ 30, ബസ് 100, അങ്ങനെ എടുത്ത റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് അവിടെയാണ് കാണാനുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകണം. ഇവിടെ വരുമ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു മലയൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് അവിടേക്ക് എൻട്രി കയറാനുള്ളത്. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബോട്ടിംഗ് സമയം രാവിലെ 9 മണി മുതൽ 5 വരെ, 4:30 ക്ലോസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്.
നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടേക്ക് കൂടെ തോന്നുന്നു ഇറങ്ങുന്നത്. നമ്മൾ കരിയത്തുംപാറയിലോട്ട് കയറുന്ന എൻട്രി ഇതാണ് കേട്ടോ. എൻട്രിയിലോട്ട് വരുന്ന വഴിയിൽ അവിടെ നല്ല ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ്, ഇവിടെ നിന്നാണ് കയറുന്നത്. അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ അഡൽട്ടിന് 30 അങ്ങനെയാണ്. ഇവിടെ ഒരു ചെറിയ ഒരു മിനിമം ചാർജിലുള്ള ഒരു ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ട് ഇതിലോട്ട് കയറുന്നതിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കക്കയം ഡാമിലോട്ട് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ കരിയത്തുംപാറ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻട്രി. എല്ലാവരും വെയിറ്റിംഗ് ആണ്. കമാ, അടിപൊളി ഒരു സ്ഥലം. എത്ര കാണിച്ചു? നമ്മുടെ അടുത്ത ടിക്കറ്റാണ് കേട്ടോ. നമ്മൾ എത്ര പേരുണ്ടായിരുന്നു? 4 പേര്. 4 അഡൽട്ടിന് 30 രൂപ വെച്ച് 120 രൂപ. ഒരു കിഡ്സിന് 10 രൂപ വെച്ചിട്ട്. അങ്ങനെയാണ് നമ്മുടെ ടിക്കറ്റ് ചാർജ്. നമ്മൾ അകത്ത് കയറിയിരിക്കുന്നു. അടിപൊളി സ്പോട്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് ഈ കക്കയം ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും. നട്ടുച്ചയ്ക്കൊന്ന നല്ല പൊരിഞ്ഞ വെയിലായിരിക്കും കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ വെച്ചാൽ ആരും കാണത്തില്ലായിരിക്കുന്നത്. അവിടെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഈ വെള്ളം ഒഴുകുന്നുണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ മറ്റേ ഇന്ത്യൻ റുപ്പിയുടെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ റുപ്പിയിലെ ആ ഒരു സിനിമയിലെ പാട്ടൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അടിപൊളിയല്ലേ? അടിപൊളിയാണ് കേട്ടോ. നമ്മൾ റീൽസിനകത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് കണ്ടത്. അവിടെയൊക്കെ നല്ല തിരക്കുണ്ടോ, നല്ല തിരക്കുണ്ടോ അവിടെയൊക്കെ. ഇതിപ്പോൾ നല്ല ഒരു മഴക്കാല സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല പച്ചപ്പൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോകും. ഇതിപ്പോൾ നല്ല വേനൽക്കാലം അല്ലേ, അതാണ് ഇങ്ങനെ ഒരു പച്ചപ്പില്ലാതെ, കംപ്ലീറ്റ്ലി ഒരു പച്ചപ്പല്ലാതെ ഇരിക്കുന്ന അവസ്ഥ. ഇതൊരു അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കോഴിക്കോട് വന്ന ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങൾ കാണാം കേട്ടോ. നമ്മുടെ കോഴിക്കോട് നിന്ന് ഏകദേശം അറൗണ്ട് ഒരു 40 to 45 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഇങ്ങനെയുള്ള ഒരു അടിപൊളി ഒരു ഭൂപ്രകൃതിയൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാം കേട്ടോ. അവിടെയൊക്കെ ഇറങ്ങാൻ അധികം ആഴമൊന്നും ഇല്ലെന്ന് തോന്നി. ഇവിടെ ആഴമുണ്ട്, അവിടെ ആഴമില്ലെന്ന് തോന്നുന്നു. ഗൈസ്, ഇന്ത്യൻ റുപ്പിക്കകത്ത് ഒരു പാട്ടിൻ്റെ സീനൊക്കെ ഷൂട്ട് ചെയ്തതാണ്ട് അവിടെയാണ്. അതിൻ്റെ അന്തിമാന ചെമ്പരുത്തി എന്ന് പറയുന്ന ആ ഒരു പാട്ടുണ്ടല്ലോ, അത് അതിൻ്റെ ഇടയിലാണ് കേട്ടോ. നമ്മൾ ഇങ്ങ് മാറി ദൂരെയാണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ ആ ഒരു ലൊക്കേഷൻ, ആ പാട്ടെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലേസൊക്കെ കാണാൻ പറ്റും. ഈ ഒരു സ്ഥലത്താണ് ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ എടുത്തു പറയുന്നത് ഞാൻ ഇത് മാത്രമാണ് പറയുന്നത്. ഇന്ത്യൻ റുപ്പിക്കകത്ത് ആ ഒരു സീനുള്ള അടിപൊളിയായിട്ടുണ്ട്. ആ പാട്ടിൻ്റെ ഒരു ലൊക്കേഷൻ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ കാണാൻ കേട്ടോ. സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ആ ഭാഗത്തോട്ടാണ് പോയത്. നമ്മൾ ഇനി ഈ ഭാഗത്തോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അവിടെ നമുക്ക് നന്നായിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു വ്യൂ ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, കാണാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണിത്. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തോന്നി ഇവിടെ ഇങ്ങനെ അടിക്കാനൊക്കെ ഒരു സ്പോട്ട്, നല്ല അടിപൊളി നല്ലൊരു വ്യൂ ഉള്ള സാധനം ഇവിടെ. മരം 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 കണ്ടോ, അടിപൊളി.
ഇത് ഏത് പ്രളയത്തിൽ വന്ന് വീണയാണോ എന്തോ. അടിപൊളിയൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നല്ലൊരു ഫോട്ടോയ്ക്ക് പറ്റിയ അടിപൊളിയൊരു സ്പോട്ടുള്ള സ്ഥലം കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി ഞാൻ അറിയണമെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇവിടെയൊക്കെ പിള്ളേരിറങ്ങി കളിക്കുന്നതും കുളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം ആഴമൊന്നും ഇല്ലാത്ത സ്ഥലം. അവിടെ നന്നായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. നല്ല മഴവെള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ലോണം വെള്ളം പോകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ ഈ കല്ല് കിടക്കുന്നതുകൊണ്ടേ നമ്മൾ വഴുകി താഴെ പോകാൻ നല്ല സാധ്യതയുണ്ട്. അവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. വ്യൂവിനൊരു രക്ഷയില്ല. പക്ഷേ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഇതാണ്. ഒന്നെങ്കിൽ നല്ല രാവിലെ വരിക. പക്ഷെ രാവിലെ ഇവിടെ 8 തൊട്ടാണ് തോന്നുന്നു ഓപ്പൺ. പിന്നെ വൈകുന്നേരം ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കണമെങ്കിൽ ചെരുപ്പ് ഊരിയിട്ടേ പറ്റൂ. ഞാനാണെങ്കിൽ ഇന്ന് ഷൂ എടുത്തു പുല്ല്. നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ. അപ്പോൾ എന്തായാലും ഷൂ ഊരേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല. ടീച്ചറിനെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ളത് ഒരു രക്ഷയില്ല. നല്ല അടിപൊളി തണുപ്പ് കേട്ടോ. കാല് നന്നായിട്ട് വഴുകുന്നുണ്ട്. അതുകൊണ്ട് നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. അപ്പോൾ അടിപൊളിയാണ്. ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ അടിപൊളി റിസോർട്ട്. ഈ ഒരു ഏരിയയിലാണ് ഇത്ര അടിപൊളിയായിട്ടുള്ളത് കേട്ടോ. ഇത്ര ഇറങ്ങാൻ പറ്റിയ അടിപൊളിയൊരു കാല് നല്ല തെന്നലുണ്ട് കേട്ടോ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പല്ലും നഖമൊക്കെ പോവും. അടിപൊളിയേ, സൂപ്പർ. ഇവിടെ നല്ല കുഴപ്പമില്ല കേട്ടോ. സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു സ്പോട്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ. വെള്ളവും ഈ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല, ഞാൻ നേരത്തെ പറയില്ല വഴുക്കൽ അതുകൊണ്ട്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കയറാനേ തോന്നുന്നില്ല കേട്ടോ. അതുപോലുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത്ര നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകത്തില്ല. ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കുറവ് വെള്ളമുള്ളത്. അപ്പോൾ ഇവിടെ മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കുറച്ച് ഏരിയ മാത്രമേ. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അവിടെയൊക്കെ നല്ല ആഴമാണ്. പക്ഷേ ഈ ഒരു ഏരിയ തന്നെ ധാരാളമാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ്. അങ്ങനെ കയ്യെത്തും പാറ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഭയങ്കര പേടിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വൈകിട്ട് കാണാം. അത് അടിപൊളി ഒരു സ്പോട്ടാണല്ലേ. അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പോൾ കോഴിക്കോടൊക്കെ വരുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ്. എന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ, സീ യു ഗൈസ്.